അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള യേശു എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ സാത്താന്റെ മുൻപിൽ കല്ലുകളെ അപ്പമാക്കി മാറ്റാതിരുന്നത്? പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും സമയത്തിന് വേണ്ടി സ്നാനത്തിന് ശേഷം യേശു ഏകാന്തതയിലേക്ക് പിൻവാങ്ങുക ആയിരുന്നു എന്ന് നമുക്കറിയാം. അത്തരം വലിയ ശാരീരിക ബലഹീനതയിലാണ് പിശാച് യേശുവിനെ ആക്രമിച്ചത്, അല്ലേ? സാത്താൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളെ അപ്പമാക്കുക. യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ സംശയത്തിന്റെ വിത്തുകൾ വിതറിയ സാത്താന്റെ പരീക്ഷണ ശ്രമം ഏത് വിധമാണെന്ന് നോക്കൂ. സഹായത്തിനായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം യേശുവിനെ തന്റെ ദിവ്യശക്തി വെളിപ്പെടുത്തുവാൻ പിശാച് എങ്ങനെ സമീപിക്കുന്നു എന്ന കാഴ്ച. ദൈവത്തിലുള്ള പിടി ദുർബലമാക്കാൻ യേശുവിനെതിരെ ആയുധം ഉപയോഗിക്കുവാൻ സാത്താന്റെ ശ്രമം. യേശു പിശാചിനെ എതിർത്തു. അതെ, അവനെ പ്രതിരോധിക്കുവാൻ യേശു ശക്തമായ ഒരു ആയുധം ഉപയോഗിച്ചു. എന്തായിരുന്നു ആ ആയുധം? അത് ദൈവവചനമായിരുന്നു. നമുക്കെത്ര ശക്തമായ മാതൃകയാണ് ഇത്! ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ശക്തമായ മാതൃക